തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ് 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസിൽ അമ്മയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള കൌൺസിലിംഗ് പുരോഗമിക്കുകയാണ്. മരിച്ച കുട്ടിയുടെ അനുജന്റെ സംരക്ഷണ ചുമതല വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് അച്ഛന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. പ്രതി അരുൺ ആനന്ദിന്റെ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് അമ്മ സ്വീകരിച്ചത്. തുടർന്ന് ഇരുവരുടെയും ഇടപെടലിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്നത് 1.5 മണിക്കൂറോളം വൈകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കേസിൽ അമ്മയെ കൂടി പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന് പോലീസ് ആലോചിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് നൽകിയ മൊഴിയിൽ അമ്മ അരുൺ ആനന്ദിനെ തള്ളിപ്പറഞ്ഞു. അമ്മയ്ക്ക് മാനസികരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് നൽകി വരികയാണ്. ഇത് പൂർത്തിയാവുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. ഇതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അതേസമയം അമ്മയുടെയും അമ്മുമ്മയുടെയും കൂടെ കഴിയുന്ന ഇളയ കുട്ടിയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കുട്ടികളുടെ അച്ഛൻ്റെ ബന്ധുക്കൾ ശിശുക്ഷേമ സമിതിക്ക് കത്ത് നൽകി. കുട്ടികളുടെ അച്ഛൻ 8 മാസം മുമ്പ് മരിച്ചു പോയിരുന്നു. അമ്മയുടെ പക്കൽ 4 വയസ്സുകാരൻ സുരക്ഷിതനായിരിക്കില്ലെന്ന് കുടുംബം ആശങ്കപ്പെടുന്നു. വിഷയത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി അറിയിച്ചു. ആ അപേക്ഷയെ സംബന്ധിച്ച് പഠിക്കുന്നതിനും അവർക്ക് ഇത് കൊടുക്കാവുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും തിരുവനന്തപുരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇടുക്കി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴി നമ്മൾ ആ അപേക്ഷ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ കുട്ടിയുടെ മാതാവിൻ്റെ മാതാവിനെയും അവർക്ക് പറയാനുള്ളതും കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാമൂ. അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് അതീവ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 7 വയസ്സുകാരൻ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് 18 തൊടുപുഴ.